ഹലോ എല്ലാവർക്കും നമസ്കാരം. വെരി ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ആശ്രയ FM 90യുടെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു അടിപൊളി തിരുവോണ ആശംസകൾ നേരുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല അടിച്ചുപൊളിച്ച ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ഇന്നത്തെ ഓണം സ്പെഷ്യൽ ചാറ്റ് ഷോയില് എന്റെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ. ആവറേജ് അമ്പിളി എന്ന മിനി സീരീസിലൂടെ കടന്നുവന്ന് 18ാം പടി, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്, തുടരും എന്നീ സിനിമകളിൽ സ്വതസിദ്ധമായ അഭിനയം കാഴ്ചവെച്ച ദ ഗോർജിയസ് ആക്ട്രസ് ആർഷ ബൈജു ആണ്. ഒത്തിരി സ്നേഹത്തോടു കൂടി ആർഷ ബൈജുവിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. ആർഷ ബൈജു, വെൽക്കം ടു ദ ഷോ. ഹലോ, ഹായ്. താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്തൊക്കെയുണ്ട് വിശേഷം ഓണമായിട്ട്? സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ട് പോകുന്നു. ഓണം അവിടെ എന്തുണ്ട് വിശേഷം? ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, നല്ല വിശേഷം. ഇപ്പോ ഓണം റിലീസായിട്ട് എത്തിയിട്ടുള്ള സിനിമയല്ലേ ഹൗസ് മേറ്റ്സ്? അതെ. SK നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് ഫസ്റ്റ് തോന്നിയത് സ്റ്റാർട്ടിങ്ങില് ഭയങ്കര നമുക്ക് പേടിപ്പിക്കുന്ന കുറെ അധികം എലമെന്റ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഹൊറർ പ്ലസ് കോമഡി എത്തിയിട്ടുള്ള ഒരു സിനിമയാണല്ലേ. എങ്ങനെയുണ്ടായിരുന്നു പുറത്തുള്ള റെസ്പോൺസ് ഒക്കെ? നല്ല റെസ്പോൺസ് ആയിരുന്നു. പടം നന്നായിട്ട് പോന്നു. ഒത്തിരി ഹാപ്പിയാണ്. ആക്ച്വലി തമിഴ് ഓഡിയൻസിനൊക്കെ നന്നായിട്ട് വർക്കായി നന്നായി പോയി പടം. അപ്പൊ ഐ എം വെരി ഹാപ്പി. പടം ആക്ച്വലി ഒരു ഹൊറർ എലമെന്റ്സ് അതിലുണ്ടെങ്കിലും ആക്ച്വലി അതൊരു ഫാന്റസി കോമഡി പടമാണ്. ഫാന്റസി മൂവിയാണ് ആക്ച്വലി. അതാണ് പടത്തെ പറ്റി പറയേണ്ടത്. ഇപ്പൊ ഫസ്റ്റ് തമിഴ് മൂവി ആണല്ലേ. അപ്പൊ പേടി ഉണ്ടായിരുന്നോ തമിഴിലേക്ക് ചെന്നപ്പോ? പേടിയൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നല്ല സന്തോഷമായിരുന്നു. നല്ല കോണ്ടന്റ്, നല്ല ക്യാരക്ടറാണ് ഹൗസ് മേറ്റ്സിൽ. അപ്പൊ അത് ചെയ്യുന്നതിനെ പറ്റിയുള്ള ചിന്തകളായിരുന്നല്ല. അത് പേടിയൊന്നും എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. എനിക്കെപ്പോഴും നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെയാണ്. അത് ചെയ്യുന്നതിനെ പറ്റിയുള്ള ആ ഒരു ഇതിലാണ് എപ്പോഴും ഉള്ളത്. ശരിക്കും ഷൂട്ട് ടൈമിലൊക്കെ നമുക്ക് സീൻസൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ടെൻഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. ഭയങ്കര സൂപ്പർ കോൺഫിഡന്റ് ഒന്നുമല്ല ഞാൻ. ആർഷ ബൈജു എന്ന് പറയുമ്പോഴേക്കും എല്ലാവരുടെ മനസ്സിലേക്കും പെട്ടെന്ന് വരുന്ന ഒന്ന് എന്ന് പറയുന്നത് ആവറേജ് അമ്പിളിയിലെ അമ്പിളി എന്നൊരു ക്യാരക്ടറാണ്. ഒരു ആവറേജ് ലൈഫിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി, ഒരു പെൺകുട്ടി നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയൊക്കെ കാണിക്കുന്ന ഒരു മിനി സീരീസ് ആയിരുന്നു അല്ലെ. എങ്ങനെയായിരുന്നു ആ ഒരു സീരീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്? സീരീസില് അതിന്റെ ഡയറക്ടർ ആദിത്യൻ ചന്ദ്രശേഖരൻ. ആദിത്യന് എന്നെ ഇൻസ്റ്റഗ്രാം ത്രൂ അറിയായിരുന്നു. അങ്ങനെ അവര് കോൺടാക്ട് ചെയ്താണ്. അങ്ങനെയാണ് ആവറേജ് അമ്പിളിയിലേക്ക് വന്നത്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സീരീസിൽ അഭിനയിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ്? ആ ഒരു സീരീസ് ഇറങ്ങിയ സമയത്ത് തന്നെ കരിക്ക് ഫ്ലിക്കിന്റെ ആയിരുന്നല്ലോ ആ ഒരു സീരീസ്. ഇറങ്ങിയപ്പോ തന്നെ അത് ഭയങ്കരമായിട്ട് വൈറൽ ആവുകയും അതിന്റെ ഓരോ റീൽസും പിന്നെ പോപ്പുലർ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും അധികം അംഗീകാരം കിട്ടുമെന്ന്? ആവറേജ് അമ്പിളിയിലായിരുന്നു എനിക്ക് ആദ്യമായിട്ടൊരു ഫുൾ ലെങ്ത് ഒരു ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യാൻ കിട്ടിയത്. അത്ര ഫുൾ ഗ്രാഫ് ഒക്കെ ഉള്ള ഒരു നമുക്ക് അതിൽ ഒത്തിരി വർക്ക് ചെയ്യാനുള്ള ക്യാരക്ടർ ആയിരുന്നു. ആ സീരീസ് മൊത്തം ഈ ഒരു ക്യാരക്ടറിന്റെ ജേർണിയാണല്ലോ. അപ്പോ ആവറേജ് അമ്പിളിയുടെ റെസ്പോൺസ് ഭയങ്കര വലുതായിരുന്നു. നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് കോണ്ടന്റ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കരിക്ക് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോ ആദ്യം തന്നെ അത് എടുക്കുമ്പോ തന്നെ അതിലൊരു കോൺഫിഡൻസ് ഉണ്ട്. പടം സീരീസ് നല്ലൊരു ക്വാളിറ്റി ഉള്ളതായിട്ട് ഔട്ട് വരും നമുക്കറിയാം. അത് കരിക്കിന്റെ ടീം അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട്. പിന്നെ ഡയറക്ടറിനോട് സംസാരിച്ചപ്പോ തന്നെ നല്ല വിഷൻ ഉള്ള ഒരാളാണെന്ന് മനസ്സിലായി. അപ്പോ പിന്നെ വർക്ക് ചെയ്തപ്പോ തന്നെ നമുക്ക് അറിയാമായിരുന്നു ഇത് നല്ല കോണ്ടന്റ് ആയിട്ട് വരും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്ന് അറിയായിരുന്നു. പക്ഷെ ഇപ്പോഴും അതിന്റെ റിവ്യൂസ് എനിക്ക് കിട്ടാറുണ്ട്. അത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആയി വന്നു അത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഡെബ്യൂ ഫിലിം എന്ന് പറയുന്നത് 18ാം പടിയല്ലേ. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൊതിക്കുന്ന ഒരാള് എപ്പോഴും ആഗ്രഹിക്കുന്നത് മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടന്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് മിക്ക ആൾക്കാരും. ഇപ്പോൾ ഫസ്റ്റ് സിനിമയിൽ തന്നെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാനായിട്ട് പറ്റി. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ശരിക്കും മമ്മൂക്കയുടെ കൂടെ സിനിമയിൽ സീൻസ് ഇല്ല, പക്ഷെ അദ്ദേഹം സിനിമയിൽ ഉണ്ടായിരുന്നു. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പക്ഷെ ഉറപ്പായിട്ട് 18ാം പടി എനിക്കൊരു നല്ല തുടക്കമായിരുന്നു. ഓഗസ്റ്റ് യൂണിവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്താണ്, ഷാജി നടേശ് പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. ശങ്കരാമകൃഷ്ണൻ സാർ ഡയറക്ട് ചെയ്താണ്. എന്നെ പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് പുതുമുഖങ്ങൾ ആ സിനിമയിലൂടെ വന്നു. അപ്പൊ നമുക്ക് നമ്മളെ ഓഡീഷൻസ് 18ാം പടിക്ക് ഒരു 2-3 റൗണ്ട്സ് ഓഡീഷൻസ് ഉണ്ടായിരുന്നു. ആ ഒരു പ്രോസസ് തൊട്ട് ഷൂട്ട് വരെയുള്ള ഒത്തിരി ഒരു വലിയ ലേണിംഗ് പ്രോസസ് ആയിരുന്നു 18ാം പടി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആക്ടിങ്ങിനെ പറ്റിയാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ആ തുടക്ക സിനിമയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഫിലിം മേക്കിംഗ് എന്താണ്, അതൊരു വലിയ പടമായിരുന്നു. ഒരുപാട് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ഒരുപാട്
കാസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോ പ്രോമിനന്റ് ആയിട്ടുള്ള ആക്ടേഴ്സും അതിലുണ്ടായിരുന്നു നമ്മുടെ കൂടെയൊക്കെ. അപ്പോ അതൊരു വലിയ ലേണിംഗ് പ്രോസസ് ആയിരുന്നു. അത് മാത്രമല്ല എനിക്കൊരു വലിയ തുടക്കം തന്നെയായിരുന്നു 18ാമത് തന്നത്. ഇപ്പോഴും അതിലെ ക്യാരക്ടറും അതിലെ വളരെ സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിൽ പോലും അതിലെ ആ ദേവി എന്ന് പറഞ്ഞ ക്യാരക്ടർ പലരും അതും മെൻഷൻ ചെയ്യാറുണ്ട്. പലർക്കും ഇഷ്ടമാണ് അതിലെ ആ പാട്ടും അതിലെ ചെറിയ സീൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ബസ്സിലെ സീൻസ് ഒക്കെ ആൾക്കാർക്ക്. അപ്പം ഇപ്പോഴും തന്നെ അങ്ങനെ ആൾക്കാർ ഓർക്കാറുണ്ട്. പ്രത്യേകിച്ച് ആ സീൻസിൽ നോക്കുന്ന ആ ഒരു കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷൻ ഒക്കെ ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിന്റെ ഇപ്പോഴും റീൽസ് ഒക്കെ ഇറങ്ങാറുണ്ട്. കറക്റ്റ് ആണ്, ഇപ്പോഴും വരും ആ പാട്ടിന്റെ വെച്ച്. ഇപ്പൊ അതിനുശേഷം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിലെ മീനാക്ഷി എന്നൊരു കഥാപാത്രം ചെയ്തു. പിന്നെ മധുര മനോഹരത്തില് ക്യാരക്ടറും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മധുര മനോഹരത്തില് കുറച്ച് ക്രിഞ്ച് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ രണ്ട് ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യാറുണ്ടായിരുന്നു? ഇപ്പൊ മറ്റേത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്, ഈ ഒരു സിനിമയിൽ പൈങ്കിളിയാണ്. അപ്പൊ ഈ ഒരു രണ്ട് ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്? മെയിൻ ആയിട്ട് പ്രിപ്പറേഷൻ, സ്ക്രിപ്റ്റ് നന്നായി വായിക്കും, ഡയറക്ടറായിട്ട് ക്യാരക്ടറെ പറ്റി ഡിസ്കസ് ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ. അത് എല്ലാ പടത്തിലും ഉള്ളത് തന്നെയാണ്. അവർക്കൊരു ഐഡിയ ഉണ്ടാവല്ലോ ക്യാരക്ടറെ പറ്റിയിട്ട്. അത് ആദ്യം മനസ്സിലാക്കാൻ നോക്കും ഡയറക്ടറിനും റൈറ്ററിനും എന്താണെന്നുള്ളത്. പിന്നെ നമ്മളേതായിട്ടുള്ള നമ്മളും ക്യാരക്ടറിനെ പറ്റിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, അതൊക്കെയാണ് ബേസിക് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളത് സെറ്റിൽ വന്നിട്ട് നമ്മുടെ കോ ആക്ടറിന്റെ കൂടെ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ ദിവസമൊക്കെ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ യൂഷ്വലി ചെയ്യാറ്. പക്ഷെ ഡയറക്ടറിന്റെ ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവര് ഗൈഡ് ചെയ്യുന്നത് വെച്ചിട്ട് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ആക്ടേഴ്സ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെയാണ് എന്റെയും ഒരു രീതി. ഈ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് സിനിമയിലെ ഡയലോഗ് ഒക്കെ പിന്നീട് തഗ്ഗായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? പിന്നെ വരാറുണ്ടല്ലോ. ലാസ്റ്റ് അതിലെ 2-3 ഡയലോഗ്സ് ഇങ്ങനെ റീലിലും മീൻസ് ആയിട്ടൊക്കെ വരാറുണ്ട്. മുകുന്ദനുണ്ണി ശരിക്കും ഒരു എന്താ പറയാ, എനിക്ക് തോന്നുന്നുള്ളത് ഇപ്പൊ അതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണല്ലോ. അത് എല്ലാ ആക്ടേഴ്സിനും കിട്ടില്ല. പ്രത്യേകിച്ച് ഫീമെയിൽ ആക്ടേഴ്സിന് വളരെ റെയർ ആണ് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുന്നത്. അപ്പോ മുകുന്ദനുണ്ണിയിലെ മീനാക്ഷി എന്ന് പറയുന്നത് അതെനിക്ക് കിട്ടിയ ലക്കാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ ആദ്യം തന്നെ കിട്ടിയത്. അതിന്റെ സിനിമയിലെ ഓരോ ഡയലോഗുകളും ആ ക്യാരക്ടറിന്റെ ഗ്രാഫ് അടിപൊളിയാണ് സിനിമയിൽ മൊത്തം വന്നേക്കുന്നത്. ശരിക്കും അതിലൂടെയാണ് എനിക്ക് ഹൗസ് മേറ്റ്സ് എനിക്ക് മുകുന്ദനുണ്ണിക്ക് ശേഷമാണ് മറ്റു ലാംഗ്വേജസിൽ നിന്നൊക്കെ നല്ല ഓഫേഴ്സ് ഒക്കെ വരാൻ തുടങ്ങിയത്. അതിൽ മുകുന്ദനുണ്ണി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു വിനീത് ശ്രീനിവാസനായിട്ടുള്ള ഒരു കോംബോ? നല്ല കമ്പനി ആയിരുന്നോ? പിന്നെ അടിപൊളിയാണ്. വിനീതൊക്കെ ഭയങ്കര പാവമാണ്. ഭയങ്കര കംഫർട്ടബിൾ ആക്കും എല്ലാ കോ ആക്ടേഴ്സിനെയും. സെറ്റിലൊക്കെ ഭയങ്കര രസമാണ്. നല്ല രസമാണ് പുള്ളിയുടെ വർക്ക് ചെയ്യാനായിട്ട്. തുടരും എന്ന സിനിമയെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയായിരുന്നു. അതിന് പല കാരണങ്ങൾ ഉണ്ടായിരുന്നു. 15 വർഷത്തിന് ശേഷം ലാലേട്ടനും ശോഭന മാമും ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. നമുക്ക് ആ ഒരു സിനിമയുടെ ട്രെയിലർ ഒക്കെ ഇറങ്ങിയ സമയത്ത് നമുക്ക് ആ പഴയ വിന്റേജ് ലാലേട്ടനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിനിമയില് മേരി എന്നൊരു കഥാപാത്രം ഒരു സർപ്രൈസിങ് ക്യാരക്ടർ ആയിരുന്നല്ലോ. ആരും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പൊ ആ ഒരു തുടരും എന്ന സിനിമയിലേക്ക് എങ്ങനെയാണ് തരുൺ സാറ് ആർഷേനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? തരുൺ ചേട്ടനെ എനിക്ക് നേരത്തെ അറിയാം. നമ്മൾ വർക്ക് കണ്ടിട്ട് എന്റെ ആവറേജബിളിയൊക്കെ കണ്ടിട്ട് ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ല, നമ്മള് മ്യൂച്വലായിട്ട് നമ്മള് വർക്ക് ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ എന്നെ ആക്ച്വലി ബിനുചേട്ടൻ ആണ് എന്നെ ഇതിലേക്ക് വിളിച്ചത്. ബിനുപപ്പു ചേട്ടനാണ്. അങ്ങനെ സിനിമയുടെ ഫസ്റ്റ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ വരുന്ന ക്യാരക്ടർ ആണല്ലോ പടത്തിന്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്ന ഈ ക്യാരക്ടറാണല്ലോ. അപ്പൊ അത് അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് തന്നെ വിളിച്ചപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇത്രയും വലിയൊരു സിനിമയാണ്. ചെറുപ്പം തൊട്ടേ നമ്മള് ലാലേട്ടനും ശോഭന മാമിന്റെ ഒക്കെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വലിയ കാര്യമായിരുന്നു എനിക്ക്. അപ്പം അതൊരു വലിയ മൊമെന്റ് തന്നെയായിരുന്നു തുടരും എന്ന് പറയുന്നത്. അതിൽ നിന്ന് കിട്ടിയ റിവ്യൂസും അതിന്റെ റെസ്പോൺസും വളരെ വലുതായിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സിലാണല്ലോ ശോഭന മാമായിട്ടുള്ള ആ ഒരു സീനൊക്കെ വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ശോഭന മാമിന്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ട്? നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ ഉറപ്പായിട്ടും അവരൊക്കെ ലെജൻസ് ആണ്. അവർക്ക് അറിയാം എങ്ങനെയാണ് ഇപ്പൊ ഒരു കോ ആക്ടേഴ്സിനെ ഡീൽ ചെയ്യേണ്ടത്. അതൊക്കെ അവര് അടിപൊളിയാണ്. ആ കാര്യങ്ങളൊക്കെ ഭയങ്കര നമ്മളൊക്കെ എന്താണ് നമുക്ക് നമ്മളെ എക്സൈറ്റ്മെന്റിലാണ് അവരുടെ കൂടെ നിൽക്കുന്നത്. പക്ഷെ അവര് നമ്മളെ നല്ല വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തുടരും. പ്രകാശ് സർ ആർട്ട് ഫിലിം മേക്കർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഫിലിം ആയിരുന്നു. ഒരു വില്ലൻ ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു ഈ ഒരു സിനിമയിലൂടെ. അപ്പൊ ആ ഒരു സിനിമ കാണുമ്പോൾ ആർക്കായാലും അദ്ദേഹത്തോട് ദേഷ്യം തോന്നും. ഒരു മോളെ അത്രയും അധികം ടോർച്ചർ ചെയ്ത് ആ ഒരു സീൻ ചെയ്തപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടേ ഒന്നും ഇല്ലായിരുന്നു. ശരിക്കും എനിക്ക് ഞെട്ടലായിരുന്നു സാറിന്റെ. ഞാന്
എന്റെ ഷൂട്ടിന്റെ ആ സമയത്താണ് സാർ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്നത് കാണുന്നത്. സാറ് ഇതിനു മുമ്പ് അഭിനയിച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോ ആൾ ആക്ച്വലി ആ ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അല്ലാതെ വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു ആളാണ് പ്രകാശ് സാർ. അപ്പൊ പെട്ടെന്ന് സീൻ എന്താണ് ഷോട്ടിന്റെ സമയത്ത് അങ്ങനെ പെർഫോം ചെയ്യുന്നത് കണ്ടത് ഭയങ്കര ഞെട്ടലായിരുന്നു. നമ്മൾ നോർമലി പറയാറുണ്ട് ഈ സിനിമയ്ക്കകത്ത് കാണുന്ന വില്ലന്മാര് നേരിട്ട് കാണുമ്പോഴേക്കും പഞ്ചപാവാണെന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ശരിയാണ്. അതേപോലെയാണ് കേട്ടോ പ്രകാശ് സാർ. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പോ അതൊരു ഞെട്ടലായിരുന്നു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ആ കൂടെ ആക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എനർജി ഒരു കിട്ടുന്നുണ്ടായിരുന്നു അദ്ദേഹം പെർഫോം ചെയ്യുമ്പോൾ. അപ്പൊ അത് എനിക്കാണെങ്കിലും ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി അഭിനയിക്കാനായിട്ട്. ഈ ഒരു സിനിമ കണ്ടിട്ട് ഹൗസ് മേറ്റ്സിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നോ, അതോ മുകുന്ദനുണ്ണി കണ്ടിട്ട് മാത്രമാണോ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്? ഹൗസ് മേറ്റ്സ് കഴിഞ്ഞ വർഷം ഷൂട്ട് നടന്ന പടമാണ്. തുടരും ഹൗസ് മേറ്റ്സ് ഒക്കെ ഒരേ സമയം ഷൂട്ട് നടന്നതാണ് കഴിഞ്ഞ വർഷം. ഹൗസ് മേറ്റ്സിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്കാണ് തുടരും ചെയ്തത്. അങ്ങനെയായിരുന്നു. അതിന്റെ ഏകദേശം സെയിം സമയത്തായിരുന്നു ഷൂട്ടൊക്കെ നടന്നത്. മുകുന്ദനുണ്ണി കണ്ടിട്ടാണ് എന്നെ ഹൗസ് മേറ്റ്സിലേക്ക് വിളിച്ചത്. മുകുന്ദനുണ്ണി അസോസിയേറ്റ് ആക്ച്വലി തമിഴ്നാട്ടിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് തിയേറ്ററിലും അല്ലാതെ OTT റിലീസിനൊക്കെ ശേഷം അവിടെ നല്ല ഹിറ്റായിരുന്നു പടം. അപ്പൊ അങ്ങനെ വന്ന കുറെ ഓഫേഴ്സിൽ ഒന്നായിരുന്നു എനിക്ക് ഹൗസ് മേറ്റ്സ്. അപ്പോ മുകുന്ദനുണ്ണി ത്രൂ ആണ് എനിക്ക് ഹൗസ് മേറ്റ്സ് വന്നത്. ആർഷയാണെങ്കിൽ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പദ്യം ചൊല്ലലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ ഈ ഒരു കലയോടുള്ള ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴാണ് സിനിമയിലേക്ക് അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയാണ് എന്റെ ലൈഫ് എന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? അപ്പൊ ചെറുപ്പത്തിലെ എന്നെ കർണാടിക് മ്യൂസിക്കും ക്ലാസിക്കൽ ഡാൻസും പഠിക്കാൻ വിടുന്നുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് അങ്ങനെ സ്കൂളിലൊക്കെ എല്ലാ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ഗ്രൂപ്പ് ഐറ്റത്തിനാണെങ്കിലും സോളോ ഐറ്റംസിനൊക്കെ ആണെങ്കിലും ഇതേപോലെ ഡാൻസിനും പദ്യം ചൊല്ലലും എല്ലാ മത്സരങ്ങളിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നീട് ഒരു 6th 7th ഒക്കെ ആയപ്പോ മോണാക്ട് ഒക്കെ ചെയ്തു തുടങ്ങി. പിന്നെ നമ്മൾ ഡാൻസും ചെയ്യും. എനിക്കങ്ങനെ എങ്ങനെയോ ഒരു പിന്നെ സിനിമ നമ്മുടെ ഫാമിലിയിൽ എപ്പോഴും സ്ഥിരമായി നമ്മൾ തിയേറ്ററിൽ പോയി കാണാറുള്ള ഒരു ശീലമുണ്ട് വീട്ടില്. അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ഒക്കെ ആണെങ്കിലും മിക്കവാറും എല്ലാ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ നമ്മള് വീക്കെൻഡ്സിലൊക്കെ തിയേറ്ററിൽ പോയി കാണും. അപ്പൊ അങ്ങനെ ഒരു ശീലമുണ്ട്. ഇപ്പൊ സിനിമ പിന്നെ ചേട്ടന് വളരെ ഇൻട്രസ്റ്റഡ് ആണ് സിനിമയിൽ ചെറുപ്പം തൊട്ടേ. അപ്പൊ സിനിമ ഡിസ്കഷൻസ് ഒക്കെ ചേട്ടനായിട്ടൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് സിനിമകളെ പറ്റിയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കാം എനിക്കൊരു ഹൈസ്കൂളൊക്കെ ആയപ്പോ തൊട്ടാണ് ഒരു ആക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്. തോന്നിയിട്ടുണ്ടായിരുന്നു ആക്ടർ ആവാൻ പറ്റും എന്നൊക്കെ ഒരു വിശ്വാസമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഈ ഓരോ സിനിമ ചെയ്ത് കഴിയുമ്പോഴേക്കും പറയാറുണ്ടോ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ്സ് നീ എവിടെ ചെയ്യണം, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ആ ഒരു ഇമോഷൻ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സജഷൻസ് പറയാറുണ്ടായിരുന്നോ വീട്ടുകാര്? എന്റെ വീട്ടിലുള്ളവര് എന്റെ ക്ലോസ് ഫ്രണ്ട്സാണ് എന്റെ ഏറ്റവും വലിയ ക്രിറ്റിക്സ്. അവര് പ്രത്യേകിച്ച് ചേട്ടനൊക്കെ ഇങ്ങനെ ഓരോ സീനും ഇത് ചെയ്ത് വളരെ മോശമായിട്ട് എനിക്ക് ചുമ്മാ പറയല്ല. ഐ മീൻ അവര് നന്നായി ക്രിട്ടിസൈസ് ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ട് റിവ്യൂസ് ഒക്കെ തരും എന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട്. ഏറ്റവും ടെൻഷൻ ഇവര് നല്ലതാണെങ്കിൽ നല്ലതാണെന്നും പറയാം കേട്ടോ. അത് എന്റെ പേരൻസും ചേട്ടനൊക്കെ വളരെ ഹാപ്പിയാണ് ഇത് നല്ല പെർഫോമൻസസ് ഒക്കെ വരുമ്പോ. പിന്നെ അതിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരത് തിരുത്തി പറയുകയും ചെയ്യും. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഷൂട്ടിംഗ് സ്ഥലവും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് തരിക, ഓരോ ലൊക്കേഷനും നമുക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ് തരിക. അങ്ങനെ ഓരോ ലൊക്കേഷനിൽ നിന്നും പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണ്? അയ്യോ അങ്ങനെ ചോദിച്ചാല് ഓരോ സെറ്റും പറഞ്ഞ പോലെ ഡിഫറെന്റ് ആണ്. നമ്മൾ വർക്ക് ചെയ്യും, നമ്മൾക്ക് ഓരോ പ്രാവശ്യം നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരുടെ കയ്യിൽ നമുക്ക് ഓരോ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഡയറക്ടേഴ്സിന്റെ കയ്യിൽ കിട്ടും. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ സെറ്റ് നമുക്ക് ഓരോ എക്സ്പീരിയൻസ് കിട്ടും തോറും നമുക്ക് ബെറ്റർ ആവാനുള്ള കാര്യങ്ങളാണ് ഓരോന്നും നമ്മൾ എടുക്കുന്നത്. എപ്പോഴും എനിക്ക് ഞാൻ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നതല്ല, പക്ഷെ എന്നാലും പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് സെറ്റിൽ ബിഹേവ് ചെയ്യുന്നതും അവര് ആക്ട് ചെയ്യുമ്പോൾ അവരുടെ ചില രീതികളൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. ഞാൻ എന്ന് വെച്ചാൽ അതിപ്പോ ലാലേട്ടൻ ആണെങ്കിൽ ആരെങ്കിലും നമ്മൾ ഒരുപാട് സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ അവരൊക്കെ ഭയങ്കര കൂളാണ് ആക്ച്വലി സെറ്റില്. അതാണ് നമ്മള് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ്. അവര് സെറ്റില് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതും അവർ പെർഫോം ചെയ്യുന്നതും അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആശയെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിലെ കഥാപാത്രം നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? മൊത്തം സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ് ഏറ്റവും അതൊന്ന്. നമ്മുടെ ക്യാരക്ടറും അതും ഉണ്ടാവണല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ അതിൽ ഫിറ്റ് ആവും. അല്ലെങ്കിൽ അവസാനം സിനിമ കണ്ടിട്ട് ആൾക്കാർ നമ്മളൊരു മിസ്ഫിറ്റ് ആണെന്ന് പറയരുതല്ലോ.
തീർച്ചയായും. നമുക്ക് ചേരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം. നമ്മൾ ചെയ്താൽ അത് നന്നായി വരുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം. അതാണ് ആദ്യമായിട്ട് നോക്കുന്നത്. ചിലപ്പോ നല്ലൊരു കഥ ഒക്കെ ആയിരിക്കും, ചില സ്ക്രിപ്റ്റ് ഒക്കെ നല്ലതായിരിക്കും, പക്ഷെ ചില ക്യാരക്ടേഴ്സ് നമുക്ക് തന്നെ നമ്മളതിൽ പ്ലേസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അവസാനം ആ പടം വരുമ്പോൾ നമ്മളതിലൊരു ബിസ്ക്കറ്റ് ആയിട്ട് വരും. അതും നമുക്ക് പ്രശ്നമാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എടുക്കില്ല. ക്യാരക്ടറും സ്റ്റോറിയും നോക്കും. ഡയറക്ടർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമാണ്. ഒരു ഡയറക്ടർ നല്ലൊരു ഡയറക്ടർ അല്ല എങ്കിൽ എല്ലാ രീതിയിലും പടത്തെ ബാധിക്കും, നമ്മുടെ ആക്ടിങ് എല്ലാം. അത് പിന്നെ നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാവണം. പടം ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്യണമല്ലോ, അത് നന്നായി പ്രൊമോട്ട് ചെയ്ത് പടം റിലീസ് ചെയ്യണം. അപ്പോ നല്ല പ്രൊഡക്ഷൻ ആയിരിക്കണം. പിന്നെ കൂടെ അഭിനയിക്കുന്നവരും നല്ല ആക്ടേഴ്സ് ആയിരിക്കണം. എല്ലാം ഓരോ സിനിമ ഓരോ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. അല്ല, പല സിനിമകൾക്ക് പല ഇത് വെച്ചിട്ടാണ്. പക്ഷെ മെയിനായിട്ട് കഥയും നമ്മുടെ ക്യാരക്ടറും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഇപ്പോ മധുര മനോഹര മോഹത്തില് കുറച്ച് പൈങ്കിളിയായിട്ടുള്ള ക്രിഞ്ച് ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ള ആളാണ്. റിയൽ ലൈഫില് ഇതിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? റിയൽ ലൈഫില് മുകുന്ദനുണ്ണിയുടെ ക്യാരക്ടറിനെ പോലെ അല്ല ഞാൻ, ഒരിക്കലും അല്ല. ഞാൻ പ്രാക്ടിക്കലായിട്ടൊക്കെ ആലോചിക്കുന്നത്, പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു ആളല്ല. മീനാക്ഷിനെ പോലെ അല്ല, അതിനകത്തൊരു സംശയം ഇല്ല. പിന്നെ മധുര മനോഹരമൊക്കെ കുറച്ചുകൂടെ ഉണ്ടാവാം. ക്രിഞ്ച് അത്രയും ക്രിഞ്ച് അല്ല ഞാൻ, പക്ഷെ കുറച്ചൊക്കെ അതിൽ എലമെന്റ്സ് ഉണ്ടാവും എന്റെ. പക്ഷെ രണ്ട് എക്സ്ട്രീം ആട്ടോ. മധുര മനോഹരമൊക്കെ ഭയങ്കര എക്സ്ട്രീം ആണ് അതിലെ ക്യാരക്ടർ. എക്സ്ട്രീം പൈങ്കിളിയാണല്ലോ. അത്ര ഒന്നും അല്ല ഞാനൊരു ഇതിന്റെയൊക്കെ ഒരു നടുക്ക് നിൽക്കുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. മുകുന്ദനുണ്ണി എന്തായാലും അല്ല, കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന മധുര മനോഹരത്തിലെ ക്യാരക്ടർ ഒക്കെയാണ്. ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതും പ്രണയത്തെ സപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു ടൈപ്പ് ഒക്കെയാണ്. കുറച്ചൊക്കെ കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ആർഷ സിനിമയിൽ എത്തിയ ശേഷം എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും വന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? സിനിമയിൽ എത്തിയ ശേഷം കുറച്ചുകൂടെ മച്ചുവേർഡായി, ബോൾഡായി, കോൺഫിഡന്റ് ആയി, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ? അങ്ങനെ എനിക്ക് ശരിക്കും പണ്ട് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിരുന്നു. സിനിമയിൽ വന്നതിന് ശേഷം കോൺഫിഡൻസ് കുറഞ്ഞ ശരിക്കും എനിക്ക് തോന്നുന്നത്. പണ്ടൊക്കെ കുറച്ചുകൂടെ അല്ല, ചെറുപ്പം തൊട്ടേ ഈ സ്റ്റേജിലും ഒക്കെ നമ്മള് ചെറിയ ക്ലാസ്സുകൾ തൊട്ടപ്പോൾ എനിക്ക് സ്റ്റേജ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സ്റ്റേജ് ഫിയറോ അല്ലെങ്കിൽ പണ്ടൊക്കെ ശരിക്കും സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇഷ്യൂസ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എനിക്ക്. ഇപ്പോഴാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ എനിക്ക് ആൾക്കാർ ജഡ്ജ് ചെയ്യുമോ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ മനസ്സിൽ വന്ന് തുടങ്ങി തോന്നുന്നു. ഞാൻ അതിനെപ്പറ്റി ശരിക്കും ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴാണ് ശരിക്കും അങ്ങനെ ആലോചിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നു. ഇപ്പോഴാണ് പൊതുവെ കോൺഫിഡൻസ് ഇങ്ങനെ ഗ്രാഫ് താഴോട്ട് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൊച്ചല്ലേ, അപ്പൊ നമുക്ക് അറിയില്ലല്ലോ ആൾക്കാർ ജഡ്ജ് ചെയ്യോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പൊ നമ്മള് എന്തും കാണിക്കും, ഡാൻസ് കളിക്കണമെങ്കിൽ ഡാൻസ് കളിക്കും, പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടും. പക്ഷെ കുറച്ചുകൂടെ വലുതാവുമ്പോ അയ്യോ അവര് അത് കേട്ട് കഴിഞ്ഞാൽ ബോറായിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ചിന്ത നമുക്ക് വരുന്നത് കൊണ്ടാവാം. എനിക്ക് ചെറുപ്പത്തിലല്ല, അല്ലാതെ സ്കൂളില് ഹൈസ്കൂൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര എല്ലാത്തിലും ഇപ്പൊ അങ്ങനെ അല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത്രയും ഒരു ജഡ്ജ്മെന്റ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എനിക്ക്. ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് വരുമ്പോഴത്തോറും മുമ്പോട്ട് പോകുമ്പോഴും കുറച്ച് കുറയുന്നതായിട്ട് തോന്നുന്നുണ്ട്. അത്രേ ഉള്ളൂ. ആർഷ അപ്പോ പാട്ട് പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ പാട്ട് പാടി തരാമോ എനിക്ക് വേണ്ടി? പഴയ ഒരു പാട്ടുണ്ട്, അത് എനിക്ക് ഇവിടെ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര ഇഷ്ടം. അവരൊക്കെ പാടും, ഞാൻ അത് പാടാം. ഓക്കെ, പാടിക്കോ. തിരുവോണപ്പോലരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴുള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി തിരുവോണപ്പോലരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴുള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ആഹാ, നല്ല രസമായിട്ട് പാടിയല്ലോ. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കേട്ടിരിക്കാനായിട്ട്. ഞാൻ ഈ പാട്ട് ആദ്യമായിട്ടാണ് പാടുന്നത്. പക്ഷെ ഇവിടെ വീടിന്റെ അമ്മയും ഒക്കെ പാടാറുണ്ട്. ഈ പാടാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചീറ്റയൊക്കെ പാടും. വീട്ടുകാരൊക്കെ പാട്ട് പാടുവോ? അമ്മയുടെ ഫാമിലിയുള്ളവരൊക്കെ കുറച്ച് അവർക്കൊരു പാട്ടുകാരല്ല, പക്ഷെ അവർക്ക് പാടാനുള്ളൊരു കഴിവൊക്കെ ഉണ്ട്. അവർ പാടും, അത് ഇഷ്ടമാണ്. എന്റെ അമ്മയും എന്റെ അപ്പൂപ്പനും അമ്മയുടെ സിസ്റ്ററും ഒക്കെ നന്നായി പാടും. നല്ലതായിട്ട് പാടാൻ കഴിവുള്ളവരാണ് അവർ.
പാട്ട് പാടാനായിട്ട് കഴിവുണ്ട്. അതുകൊണ്ട് ആ ഒരു കഴിവും ആർഷയ്ക്കും കിട്ടിയിട്ടുണ്ട്. നല്ല രസമായിട്ട് പാടിട്ടോ. അതെ അതെ. പാട്ട് ഫീൽഡിലേക്ക് നോക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും നോക്കുന്നില്ല. എനിക്ക് ഇഷ്ടമാണ് പാടാൻ. പക്ഷെ നന്നായി പാട്ട് പാടാൻ അറിയാവുന്നവരുണ്ടല്ലോ. അപ്പൊ അയ്യോ അങ്ങനെയല്ല, നമുക്കിപ്പോ പാട്ട് പാടാനായിട്ട് നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ പുറത്തേക്ക് എടുക്കാനായിട്ടുള്ള ഒരു അവസരമാണല്ലോ സിനിമ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പാട്ടും പാട്ടുകാരൊക്കെ എനിക്ക് ഏറ്റവും എനിക്ക് അത്ഭുതവും അല്ലെങ്കിൽ ഒരു ഭയങ്കര റെസ്പെക്റ്റും ഒക്കെ ഉള്ളത്, എനിക്ക് ഒരു അഡ്മിറേഷൻ അങ്ങനെയൊക്കെ ഉള്ളത് എനിക്ക് പാട്ടുകാരുടെ അടുത്താണ്. അതൊരു എന്താ പറയാ, അതൊരു വലിയ കഴിവാണ് പാട്ട് പാടാൻ എന്നുള്ളത്. നന്നായി പാടുന്നവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോ സിനിമയിൽ അഭിനയിക്കാനായിട്ട് നീ ഇന്ന ആക്ടറിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ളത് ആരുടെ കൂടെയാണ്? അങ്ങനെ ശരിക്കും മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം ആഗ്രഹമുണ്ട്. ഇത് ലാലേട്ടന്റെ കൂടെ എനിക്കൊരു അങ്ങനെ ലാലേട്ടന്റെ കൂടെ വളരെ കുറച്ചുണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടന്റെ കൂടെ നല്ലൊരു റോൾ, അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്. പിന്നെ മമ്മൂക്കയുടെ കൂടെ ചെയ്യണമെന്നുണ്ട്. എല്ലാ നല്ല ആക്ടേഴ്സിന്റെ കൂടെ എനിക്ക് പെർഫോം ചെയ്യണമെന്നുണ്ട്. അങ്ങനെ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ ഇവരെ ഭയങ്കര ഇഷ്ടമാണ്, ലാലേട്ടനെ മമ്മൂക്കെ. അവരുടെ കൂടെയൊക്കെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. മലയാളത്തിലെ എല്ലാ ആക്ടേഴ്സിനെയും കൂടെ എനിക്ക് അഭിനയിക്കണം, അത് മാത്രം മതി അല്ലേ? അതെ അതെ അതെ. അല്ല, അത് ഇപ്പം തമിഴിലെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തപ്പോ അവര് ചോദിക്കുമ്പോഴും ഞാൻ ഇതന്നെ പറഞ്ഞു. നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് എല്ലാ നല്ല ആക്ടേഴ്സിനെയും കാണുമ്പോ അവരുടെ കൂടെ അഭിനയിക്കാനാണല്ലോ തോന്നുന്നത്. അപ്പൊ അങ്ങനെ അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആൻസർ അല്ല, ശരിക്കും സത്യമായിട്ട് പറഞ്ഞതാണ്. ആർഷ ഇപ്പൊ ചെയ്തതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഏതായിരുന്നു? ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ എഫേർട്ട് കൂടുതൽ വേണമെന്ന് ചിന്തിച്ചൊരു ക്യാരക്ടർ ഏതായിരുന്നു? അല്ല, ചെയ്ത സമയത്ത് എനിക്ക് വളരെ അങ്ങനെ ഉണ്ടായിരുന്ന ആവറേജ് ആയിരുന്നു. കാരണം അത് ആ ഫുൾ മുഴുവൻ സീരീസും നമ്മളുടെ ഒരു ക്യാരക്ടറിന്റെ ഒരു ഇതിൽ പോകുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി പോലെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടർ നന്നായിട്ട് പോയില്ലെങ്കിൽ സീരീസിനെ അത് ബാധിക്കും എന്നൊക്കെ ആ സമയത്ത് അങ്ങനെയൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടർ ചെയ്യുമ്പോഴും ഈ ഒരു ചിന്ത ഉണ്ട്. അതിപ്പോ തുടരുമില് ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു ക്ലൈമാക്സില് ഏറ്റവും പീക്ക് പോയിന്റിൽ സിനിമയിൽ വരുന്ന ക്യാരക്ടറാണ്. അപ്പൊ അത് പാളിപ്പോയാല് അതൊരു സിനിമയ്ക്ക് അതൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും എന്ന് എന്റെ മനസ്സിലുണ്ട്. പിന്നെ അതിനകത്തൊന്നും വലിയ അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചോ പേടിച്ചോ ഒന്നും ഇരിക്കുന്ന അങ്ങനത്തെ ചിന്തയല്ല ഞാനീ പറയുന്നത്. കാരണം നല്ലൊരു ഡയറക്ടർ ഉണ്ട്, തരുൺ മൂർത്തി ചേട്ടന് നമുക്കറിയാം. അദ്ദേഹം നല്ല ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിലൊരു വിശ്വാസമുണ്ട്. അപ്പൊ അവരൊരിക്കലും മോശമായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് പെർഫോമൻസ് എടുക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞ നമുക്ക് മനസ്സിലുണ്ടല്ലോ ഈ ഒരു സംഭവം അത്രയും നന്നായിട്ട് വരണം, ബെസ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ പേടിയൊന്നുമില്ല, അങ്ങനെയൊന്നുമല്ല. കാര്യം നമുക്ക് ടീമിൽ എപ്പോഴും നമ്മൾക്കൊരു വിശ്വാസമുണ്ട്. ഈ ഡയറക്ടറിലും അവരുടെ ടീമിലും നമുക്കൊരു വിശ്വാസം എപ്പോഴും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കും ഒരു കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു സെറ്റിൽ പോയി നിൽക്കുമ്പോഴേ. അല്ലെങ്കിൽ നമുക്കൊരു മുഴുവൻ പാളും നമ്മുടെ പരിപാടികളൊക്കെ. ഇപ്പൊ തുടരും സിനിമയില് അതില് കെവിൻ നീനുന്റെ കേസ് ആണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതാണല്ലോ റെഫറൻസിൽ വരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഓൾറെഡി തരുൺ സർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇതാണ് സ്റ്റോറി? അതെ അതെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്ത് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഈ ക്യാരക്ടറിന്റെ നറേഷൻ ഒക്കെ പറഞ്ഞപ്പോ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് അവരുടെ മനസ്സിലുള്ള റെഫറൻസ് ഇതാണ്. പിന്നെ എനിക്ക് കുറച്ച് ഈ അതിന്റെ ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് തരുൺ ചേട്ടൻ. നമുക്ക് ചുമ്മാ ഒന്ന് വായിച്ചു നോക്ക് ആ ഒരു അവരുടെ. പിന്നെ എനിക്ക് ഓൾറെഡി നമുക്ക് അറിയാമല്ലോ, നമുക്കിത് കേസിനെ പറ്റി നന്നായി അറിയായിരുന്നു. എനിക്ക് ഇതിന് മുന്നേ തന്നെ അറിയായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസും ആർട്ടിക്കിൾസ് ഒക്കെ അയച്ചു തന്നപ്പം അതും കുറച്ച് ഹെൽപ്ഫുൾ ആയി. ഈ സിനിമയല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് പാരലലി കൊണ്ടുപോകുന്നത്? ഞാൻ പഠനം പൂർത്തിയാക്കി. പിന്നെ ഉള്ളത് ഞാൻ ക്ലാസിക്കൽ ഡാൻസും കർണാട്ടിക് മ്യൂസിക്കും പഠിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെയാണ് ഇതിന്റെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് ഇപ്പൊ ഷൂട്ടൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ കർണാട്ടിക് ക്ലാസ്സസിന് ടീച്ചറിന്റെ അടുത്ത് പോകും. ഡാൻസും ഞാൻ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയുണ്ട്. സിനിമയിലേക്ക് കടന്നു വരാനായിട്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും. ഇന്നത്തെ കാലത്ത് സിനിമയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ്. അപ്പൊ ഈ ഒരു ആശയുടെ ലൈഫിൽ നിന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും? എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള പേഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ ജോലിയിലും ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു ചാടാതെ നമ്മൾ ഓരോ കാര്യങ്ങളും ആലോചിച്ച് വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു ക്ഷമ വേണം. നമുക്ക് പറ്റിയത് വരുമെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കല, നമ്മൾ അതിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യണം. എന്താണോ ഇപ്പോ നമ്മുടെ ക്രാഫ്റ്റ് നമ്മൾ ബെറ്റർ ആക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ ജെനുവിൻ ആയിട്ട് ഞാൻ പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ ചിലരിപ്പോ സ്റ്റാർട്ടിങ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മളൊരു പടത്തിലേക്ക് നമ്മൾ ഓഡിഷൻ ഒക്കെ കൊടുത്താണെങ്കിൽ നമ്മൾ വരുമ്പോ നല്ല ടീമാണോ നോക്കുക, ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണോ അതിലുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ടൊക്കെ വരിക. നമ്മൾ കേൾക്കാറുണ്ടല്ലോ ചിലത് പറ്റിക്കും, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ എപ്പോഴും നല്ല ടീമാണോ,
ആണോ അങ്ങനെയൊക്കെ ഒന്ന് അന്വേഷിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മുമ്പോട്ട് വരിക. ഫ്രോഡുകളൊക്കെ ഉണ്ടാവുമല്ലോ, ചിലർ ചുമ്മാ കത്തിക്കില്ല, ഓരോ ഫേക്ക് ഓഡീഷൻസ് ഒക്കെ വെക്കില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചുള്ളൂ. അതിനൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാം നോക്കി പ്രോപ്പറായിട്ട് ഇതൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണല്ലോ, ഇതൊക്കെ ഉള്ളതാണോ, ഇവരൊക്കെ ജെന്യുവൻ ആയിട്ടുള്ള ടീം ആണോ എന്നൊക്കെ നോക്കിയിട്ട് പോവാ. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് പേഷ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിനിമകളിലേക്ക് വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓരോരോ പ്രോജക്റ്റും നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ പ്രോജക്ട്സ് എടുക്കാതെ നമുക്ക് പറ്റുന്നതാണോ എന്നൊക്കെ നോക്കി വെയിറ്റ് ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അപ്കമിങ് മലയാളം മൂവീസ് ഏതെങ്കിലും ഉണ്ടോ? ഇനിയിപ്പോ ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൂട്ടോ എന്ന് പറയുന്ന സിനിമയാണ്. നീരജ് മാധവ്, അൽതാഫ് സലിം ആൻഡ് അജു വർഗീസ് ഉള്ള പ്രോജക്റ്റ് ആണ്. അതിന്റെ ഷൂട്ട് ഇപ്പൊ കൊച്ചിയിൽ നടക്കാണ്. ആദിത്യ ചന്ദ്രശേഖറാണ് ഡയറക്ടർ. അതൊരു ഫൺ പടമാണ്, ഭയങ്കര രസമുള്ളൊരു ഫാന്റസി കോമഡി പടമാണ് അത് ആക്ച്വലി. ഓക്കെ, അപ്പോ ആർഷ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എന്നെ വിളിച്ചതിന് അനാമികയുടെ കൂടെ കോൺവെർസേഷൻ ഭയങ്കര രസമായിരുന്നു. ശരിക്കും ഞാൻ സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോ താങ്ക് യു സോ മച്ച്. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. താങ്ക് യു. ജെന്യുവൻ ആയിട്ട് പറഞ്ഞാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നല്ല ഐശ്വര്യം നിറഞ്ഞ ഒരു ഓണം, നല്ലൊരു വർഷമാകട്ടെ എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.